ഗുഡ് മോർണിംഗ്. ഇന്നൊരു സ്പെഷ്യൽ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ അടുത്ത് അബന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ആ സ്ഥലം പരിചയമുണ്ടായിരിക്കും. അപ്പോൾ അതിനടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് താമസിക്കുന്നുണ്ട്. സുഹൃത്തിൻ്റെ വൈഫും കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ നാഗേഷ് എന്നാണ് പുള്ളിയുടെ പേര്, വൈഫിൻ്റെ പേര് കവിത. അപ്പോൾ അവരൊരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാനും ഞാനിവിടെ കാണിക്കുന്ന അക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനൊക്കെ ആയിട്ട് വന്നതാണ് അവർ. അങ്ങനെ അവരിവിടെ വന്ന സമയത്ത് താഴെ ഈ കാടുപടലങ്ങൾക്കിടയിൽ ശംഖുപുഷ്പത്തിൻ്റെ ചെടികളും അതിൽ കുറേ പൂക്കളും കണ്ട്. അപ്പം അന്ന് പുള്ളിയുടെ വൈഫ് കവിത പറഞ്ഞു, ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ കൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കും, അത് നല്ലതാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണെന്നൊക്കെ. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് തന്നെ അവർ പോയ അന്ന് തന്നെ ചായ ഉണ്ടാക്കി കുടിച്ചു നോക്കി. ഒരു പ്രത്യേക ടേസ്റ്റും ഫീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചായ ഒന്ന് ഉണ്ടാക്കി കുടിക്കാം നമുക്ക്. അതാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് ഔഷധ ഗുണമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സയൻറ്റിഫിക്കായിട്ടൊന്നും എനിക്കറിയില്ല. എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റും ഒരു ഉന്മേഷവും ഒരു പ്രത്യേക സുഗന്ധി ചായ കുടിക്കാൻ. പിന്നെ ഇതിൻ്റെ കളർ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തായാലും നമുക്കിത് എങ്ങനെയാണ് എന്ന് നോക്കാം. 2-3 തരത്തിലുള്ള ശംഖുപുഷ്പമുണ്ട്. ഡബിൾ ലെയർ ആയിട്ടുള്ള ഇതളുകളുണ്ട്, വേറെ കളറുകളുണ്ട്. കോമൺ ആയിട്ട് കാണുന്നത് ഇപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ശംഖുപുഷ്പമാണ്. ഈ ചായ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു 4 ശംഖുപുഷ്പം കിട്ടുക എന്നുള്ളതാണ് ആവശ്യം. പിന്നെ നമുക്ക് താല്പര്യമാണെങ്കിൽ ഒരു ഏലക്ക പൊടിച്ചിടാം. വെള്ളം നമ്മൾ ചൂടാക്കാൻ വയ്ക്കുന്ന സമയത്ത് ഒരു ഏലക്ക പൊടിച്ചിടുക. എന്നിട്ട് വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ ഈ ശംഖുപുഷ്പം അതിലേക്ക് ഇടുക. നന്നായി തിളച്ച് വരുമ്പോൾ ഈ പൂക്കളുടെ കളറ് ഈ വെള്ളത്തിലേക്ക് ലയിക്കുന്നത് കാണാം. അങ്ങനെ ഒന്ന് ലയിച്ച് കളറായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതെടുത്ത് ചായ കുടിക്കാം. സോ സിമ്പിൾ. പക്ഷേ കുടിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്, പ്രത്യേക ഫീലാണ്. നിങ്ങൾ കുടിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു പ്രത്യേക സുഖം തന്നെയുണ്ട്. എന്തായാലും കവിത പറഞ്ഞു തന്ന ഈയൊരു റെസിപ്പി നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നു. കവിതയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനൊരു സംഭവം അറിയിച്ചതിനെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായം പറയൂ. ഓക്കെ, എന്തായാലും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.